പൊന്നാനി മാപ്പിളകലാ സാഹിത്യ അക്കാദമി പൊന്നാനി മുനിസിപ്പൽ 5ാം വാർഷിക സമ്മേളനം 31-ന് നടക്കുമെന്ന് സംഘാടക സമിതി. കേരള മാപ്പിളകലാ സാഹിത്യ അക്കാദമി പൊന്നാനി മുനിസിപ്പൽ 5ാം വാർഷിക സമ്മേളനം 31-ന് ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊന്നാനി ചാണ RP ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ MP അബ്ദുസമദ് സമദാനി MP, നിയുക്ത MLA KP നൌഷാദ് അലി, നഗരസഭാ ചെയർപേഴ്സൺ CV സുധ തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് നടക്കുന്ന അനുമോദന ചടങ്ങിൽ വ്യവസായിയും അക്ബർ ഗ്രൂപ്പ് MD-യുമായ KV അബ്ദുൽ നാസറിന് പാടിപ്പറയൽ കലയെ ജനകീയമാക്കിയ മർഹൂം AU കുഞ്ഞുമുഹമ്മദ് ഉസ്താദ് സ്മാരക അവാർഡും, പ്രമുഖ വ്യവസായി CK മുഹമ്മദിന് കവിയും രചയിതാവുമായ മർഹൂം കോട്ടൂർ അലവിക്കുട്ടി മാസ്റ്റർ സ്മാരക അവാർഡും നൽകി ആദരിക്കും. തുടർന്ന് മുതിർന്ന പ്രമുഖ കലാകാരന്മാരെയും ആദരിക്കും. പരിപാടിയിൽ ദഫ്മുട്ട്, അറബന, കോൽക്കളി, പ്രശസ്ത ഗായകരുടെ സംഗീത കച്ചേരി എന്നിവ ഒരുക്കും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് ഹാജി AB ഗഫൂർ, അബ്ദുൽ കരീം അൻവരി, PV മുഹമ്മദ്, T ഖാലിദ് എന്നിവർ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് മറ്റ് പല പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി ഈ കുടുംബിനികൾക്ക് ഒത്തുചേരാനും അതോടൊപ്പം തന്നെ ഈദ് സോഷ്യൽ അതിൻ്റെ ഉത്ബോധനം വേണ്ടത്ര ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി തന്നെ നമ്മൾ ഇതിനോടനുബന്ധിച്ച് പ്രാവശ്യമായി നടത്തുന്നത്. ഒരുപാട് സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ സുധാ നാടകവും പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല മത, ഭൗതിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ, വളരെ എക്സ്പീരിയൻസ്ഡായ ഒരുപാട് നേതാക്കൾ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദഫമുട്ട്, അറബനമുട്ട്, വട്ടപ്പാട്ട്, കോൽക്കളി തുടങ്ങിയ വിവിധ കലകൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന തലത്തിലും അതുപോലെ ജില്ലാ തലത്തിലും ഒക്കെ ഇതിന് ശേഷം സമ്മേളനങ്ങളും മറ്റും വരാനുണ്ട്. ഈ പൊന്നാനി മുനിസിപ്പൽ കേരള മാപ്പിളകലാ സാഹിത്യ അക്കാദമിയുടെ 5ാം വാർഷികത്തിൽ പെരുന്നാളുമായി ബന്ധപ്പെടുത്തി പരിപാടി വെക്കുന്നത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുന്നാൾ വിരുന്ന് എന്നൊരു ആശയം ഇതിന് പിന്നിലുണ്ട്. നമ്മുടെ MP അബ്ദുസമദ് സമദാനി, അതുപോലെ തന്നെ നമ്മുടെ MLA ചെയർപേഴ്സണൊക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. ഇത് ഈ കലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവന നൽകിയവരാണ്. അവരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നതുകൂടി ഈ ചടങ്ങിൽ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പിന്നെ മാപ്പിളക്കല എന്നുള്ളതല്ല, കലാരംഗത്ത് സജീവമായ പല ആളുകളും അവരാണെങ്കിലും പുറത്തോളം ആളുകളെ കണ്ടെത്തി ഉദ്ദേശിക്കുന്നത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.